ഇതെന്താ ഫോൺ എടുക്കാത്തെ? ഹായ്, സോറിഡോ, ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. താൻ വന്നിട്ട് കുറെ നേരമായോ? 1 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നേ. മനുഷ്യന് പോസ്റ്റ് ആക്കുന്നതിലെ ഒരു പരിധി ഉണ്ട്. അറ്റ്ലീസ്റ്റ് വിളിക്കുമ്പോ ഫോണെങ്കിലും ഒന്ന് എടുത്തൂടെ? ഓ, താൻ വിളിച്ചിരുന്നല്ലേ? ഞാൻ കണ്ടില്ലടോ, ബൈക്കിലായിരുന്നോണ്ടേ ഞാൻ അറിഞ്ഞില്ല. കുറച്ചധികം വർക്ക് തീർക്കാനുണ്ടായിരുന്നു, അപ്പൊ ഇറങ്ങാൻ ലേറ്റായി. പിന്നെ ഇവിടെ എത്താൻ പാഞ്ഞിങ്ങ് പോന്നു. അങ്ങനെ ലേറ്റ് ആവണമെങ്കിൽ ആ കാര്യം തന്നെ വിളിച്ച് പറഞ്ഞാ പോരെ? ഇങ്ങനെ റിസ്ക് എടുത്ത് സ്പീഡിൽ ബൈക്ക് ഓടിക്കേണ്ട കാര്യമുണ്ടോ? ഇനി അങ്ങനെ ചെയ്തോളാം. ഇത്തവണത്തേക്ക് താനൊന്ന് ക്ഷമിക്കും. പിന്നെ വീട്ടില് കുറച്ച് പ്രശ്നമുണ്ട്, അതാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. എന്ത് പ്രശ്നം? കല്യാണാലോചന കുറച്ച് സീരിയസ് ആയിട്ട് വന്നു തുടങ്ങി. ഇയാള് വീട്ടിലൊന്നും സംസാരിക്കുവോ? ജീവിതത്തിൽ സ്നേഹമോ വാത്സല്യമോ മനസ്സ് നിറച്ച് ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്നെ പറ്റിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് സ്നേഹത്തോടെ 4 വാക്ക് പറഞ്ഞ ഞാൻ വിശ്വസിച്ചു പോകും. ഒരമ്മയെ പോലെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചാ ഞാൻ ആ ഫയലും കൊണ്ട് ഒപ്പ് വാങ്ങിക്കാൻ പോയത്. അത് ശരി, സത്യം തെളിയിക്കാൻ തെളിവൊന്നും കിട്ടാതെ വന്നപ്പോ നീ നിന്ന് കഥാപ്രസംഗം നടത്തുവാണോ? അതൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല. ഇതൊന്നും കേട്ട് നിങ്ങൾ ആരും ഇനി ഇവിടെ താമസിക്കാൻ സമ്മതിക്കുമെന്ന് കരുതണ്ട. അവന്റെ ഒരു സെന്റിമെന്റ്സും കഥ പറച്ചിലും ഈ പോക്ക് പോയാ ഇതൊക്കെ ചെയ്താൽ ഞാനാണെന്ന് നിങ്ങൾ ഇനി പറയല്ലോ. അതെ, നീ തന്നെ ഇതൊക്കെ ചെയ്തത്. അതുകൊള്ളാലോ, ചുമ്മാ നീ വായി തോന്നിയത് വിളിച്ച് പറയരുത്. വെറുതെ അല്ല പറയുന്നത്, തെളിവോട് തന്നെയാ പറയുന്നത്. തെളിവോ? എന്ത് തെളിവ്? എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? ഇതാണ് കിരൺ ഒപ്പിടാൻ കൊണ്ടുപോയ മുദ്രപത്രം. ഇത് വാങ്ങിയിരിക്കുന്നത് പൃഥ്വിയാ. അത് ഞങ്ങൾ വെണ്ടറിനെ കണ്ട് കൺഫേം ചെയ്തു. അവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സും ഒപ്പും പൃഥ്വിയുടേതാ. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ അതേ ഷോപ്പിലെ CCTV ഫുട്ടേജാ. അവിടെ നിന്ന് പൃഥ്വി സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്നത് ഇതിലുണ്ട്. പണിപ്പാളി. ഒരു കാര്യത്തിന്റെ പേരിലും നമ്മുടെ മനസ്സ് തളർന്നു പോകാൻ അനുവദിക്കരുത്. എപ്പോഴും ധൈര്യമായിട്ടിരിക്കണം. ഞാനും കിരൺ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ചേച്ചി ഇത്രയും സ്നേഹിക്കുന്ന കുടുംബത്തെ പോലും എതിർത്ത് സംസാരിക്കേണ്ടി വന്നത് ഞങ്ങള് കാരണമല്ലേ? നിങ്ങൾക്കെങ്കിലും എന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ചേച്ചിയെ ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ ചേച്ചി ഒരു കാര്യം ഓർക്കണം. ഇന്ന് പൃഥ്വിയെ അടിച്ചപ്പോ പൃഥ്വിയുടെ അമ്മയും മറ്റുള്ളവരും ഇത്രമാത്രം വിഷമിച്ചു. പൃഥ്വിക്ക് എന്തെങ്കിലും ചെറിയ അപകടം പറ്റിയ പോലും നിങ്ങൾ എല്ലാവരും ഒരുപാട് സങ്കടപ്പെടുന്നില്ലേ? പക്ഷെ കിരണോ,
കിരണിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സ്നേഹിക്കാനോ സംരക്ഷിക്കാനോ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കിരൺ തെറ്റ് ചെയ്താ ശിക്ഷിക്കാനും നല്ലത് ചെയ്താ അഭിനന്ദിക്കാനും ആരുമില്ല. കിരൺ ആഗ്രഹിക്കുന്നത് കിരണിന് ഒരിക്കലും കിട്ടാതെ പോയ എല്ലാവരുടെയും സ്നേഹം മാത്രം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കിരണിന്റെ ആ ബലഹീനതയാ പൃഥ്വിയും മറ്റുള്ളവരും ഞങ്ങളെ തകർക്കാൻ ആയുധമാക്കിയത്. ഇത്രയും വർഷം ആരും ഇല്ലാതിരുന്ന ഒരാൾക്ക് സ്വന്തം അച്ഛനെയും വീട്ടുകാരെയും കണ്ടെത്തിയിട്ട് അവര് തനിക്ക് അന്യരാണെന്ന് കരുതി എങ്ങനെ മാറി നിൽക്കാൻ പറ്റും? എനിക്ക് എന്റെ കുടുംബം മതി. നിങ്ങളുടെ ഒന്നും ഒരു തരി സ്വത്തും എനിക്ക് വേണ്ട. എല്ലാവരുടെയും സ്നേഹവും അംഗീകാരവും മാത്രം മതി എനിക്ക്. അതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ഓർത്തിട്ടില്ല. അതൊക്കെ പോട്ടെ ചേച്ചി. പൃഥ്വിയോട് സംസാരിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്ക്. പൃഥ്വി പിണങ്ങിയിരുന്ന അത് ചേച്ചിക്ക് സഹിക്കാനാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതെ ചേച്ചി, ചേച്ചിയല്ലേ പോയി സംസാരിക്കാം.